ഡ്യൂട്ടി കഴിഞ്ഞ് നേരെ പോയത് ഹോസ്പിറ്റലിലോട്ടാണ് കേട്ടോ. ഡോക്ടറെ കാണാനുണ്ടായിരുന്നു. പിന്നെ ഡോക്ടറെ കണ്ട് മരുന്നൊക്കെ വാങ്ങി നേരെ വീടെത്തി. തലേ ദിവസം ഉണ്ടാക്കിയ മാവിൻ്റെ കുറച്ച് ബാലൻസ് ഉണ്ടായിരുന്നു ഫ്രിഡ്ജിൽ. അതിലിതാ ഉള്ളിയൊക്കെ ഇട്ടിട്ട് ഉള്ളിപ്പക്കവട ഉണ്ടാക്കിയെടുത്തു. പിന്നെ കുറച്ച് സാധനങ്ങൾ വാങ്ങിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ ഇതാ ഒന്ന് എടുത്ത് വയ്ക്കുന്നുണ്ട്. നാളെ എൻ്റെ വീട്ടിൽ നോമ്പ് തുറയാണ്. അപ്പോൾ ഉന്നക്കായി എൻ്റെ വകയായിട്ട് ഉണ്ടാക്കി കൊണ്ടുപോകാമെന്നാണ് വിചാരിച്ചത്. ആ പഴം കാണുമ്പോഴേ അത്ര എന്താ പറയുക പോരാത്ത പോലെ തോന്നുന്നുണ്ട്. നോമ്പ് തുറക്കാൻ അധികം സമയമില്ലാത്തതുകൊണ്ട് തന്നെ പിന്നെ ഇക്കഥ വന്ന് എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യാനാണ് കേട്ടോ. വല്ലപ്പോഴൊക്കെ ഇങ്ങനത്തെ ഹെൽപ്പൊക്കെ കിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ പിന്നെ ഞാൻ ആ വഴിക്ക് നോക്കാൻ പോയില്ല. കട കയറിയ ടൈമിൽ ചേമ്പ് കണ്ടിട്ടുണ്ടായിരുന്നു. ചേമ്പും ചേനയും കുമ്പളങ്ങ ആയിട്ടുള്ള മോരുകറി എനിക്കിഷ്ടമാണ്. അതിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷനാണ്. പിന്നെ ഇക്കഥ ജ്യൂസ് അടിക്കുകയാണ്. നമ്മൾ പുതിയ മിക്സി വാങ്ങിയിട്ടുണ്ട്. പഴയ മിക്സിയിൽ ജ്യൂസ് അടിക്കുന്ന ജാറൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറേ ആയത് ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട് അപ്പോൾ പുതിയൊരു മിക്സി വാങ്ങി. പിന്നെ അത് പാവക്ക കൊണ്ടാണ് ഇവിടെ നാത്തൂൻ്റെ ഉമ്മ ഉണക്കിയതാണ്. അങ്ങനെ ഇത് പിന്നെ നോമ്പൊക്കെ തുറന്നു. പതിവ് പോലെയുള്ള എല്ലാ ഐറ്റംസ് തന്നെ ആയിരുന്നു. അതൊക്കെ കഴിഞ്ഞിട്ടാണ് പിന്നെ ഞാൻ അടുക്കളയിൽ കയറിയത്. ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ ആ പഴം അത്ര പോരാന്ന്, അത് സത്യമായിരുന്നടോ. പിന്നെ വീണ്ടും പോയി പഴമൊക്കെ വാങ്ങിയിട്ട് വന്നിട്ടാണ് കേട്ടോ ഞാൻ ഉന്നക്കായ്ക്കൊക്കെ നിന്നത്. മോരുകറിയൊക്കെ ഇത് അവിടെ സെറ്റായി. ഉന്നക്കായും ഇത് സെറ്റായി. ഞാൻ ഫ്രീസറിൽ വെക്കാമെന്ന് വിചാരിച്ചു. നാളെ രാവിലെ എടുത്തിട്ട് കൊണ്ടുപോകാമല്ലോ. ഇതാണ്ടോ ജ്യൂസ് അടി വീണ്ടും തുടങ്ങി. അപ്പോൾ അത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമാവണമെങ്കിൽ ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്ത് കൂടി നിൽക്കുക. ഓക്കെ, ബീറ്റാ.